നമസ്കാരം. 2014 മുമ്പ് ഭാരതത്തിൽ കോൺഗ്രസ് ആണ് ഒരു ഭരണം നടത്തിയത്. നമുക്കറിയാം എത്രത്തോളം കോൺഗ്രസ് ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കിയെന്ന്. അതിനുശേഷം 2014 BJP സർക്കാർ വരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷമൊക്കെ വലിയ രീതിയിൽ നേപ്പാൾ വഴിയും പഞ്ചാബ് വഴിയുമൊക്കെ UP-യിലോട്ട് കള്ളപ്പണമൊക്കെ എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 60,000 കോടി രൂപയുടെയൊക്കെ കള്ളപ്പണം എത്തുന്നു, അതായത് UP-യുടെ അടുത്തേക്ക് എത്തി നിൽക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയതോടുകൂടിയാണ് റോയുടെ നിർദ്ദേശം, അതായത് റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിന്റെ ഒരു തന്ത്രപ്രധാനമായ സുപ്രധാനമായ നിർദ്ദേശം നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് എത്തുകയും അങ്ങനെ അജിത് ഡോവൽ തന്നെ ഒരു നീക്കം നടത്തി നമുക്കൊരു നോട്ട് നിരോധനം കൊണ്ടുവരാം. അങ്ങനെയാണ് 500-ന്റെയും 1000-ന്റെയൊക്കെ നോട്ടുകൾ കൊണ്ടുവന്ന് അങ്ങനെയാണ് പാകിസ്ഥാനെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത്. അതിനുശേഷം അവർ ഇന്ത്യയിൽ ഭീകരവാദികളെ കടത്തിവിട്ട് ഒരു ആക്രമണമൊക്കെ നടത്താൻ നോക്കിയപ്പോൾ നമ്മൾ തിരിച്ച് അവരുടെ വീടുകളിൽ കയറി തന്നെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഇത് പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ് എന്നൊരു നിർദ്ദേശവും നമ്മൾ കൊടുത്തു. അങ്ങനെ അതിനുശേഷമാണ് കുറച്ച് കാലമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷമാണ് ഇവന്മാർ നേരെ പഹൽഗാമിലേക്ക് കയറി വന്ന് നിരപരാധികളായ നമ്മുടെ ഇന്ത്യക്കാരെയും അയൽക്കാരെയും ഒക്കെ, അതായത് വിദേശികളെ അടക്കമുള്ളവരെ ഇവർ മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായി. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, പാകിസ്ഥാനിൽ കിടന്ന് ഇന്ത്യ തന്നെ ഒരു സംഹാര താണ്ഡവമാടുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായി. അങ്ങനെ ഏത് നിമിഷവും ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. കാരണം നമ്മളുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ സിവിലിയനെയല്ല, പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദികളെയാണ് ഇന്ത്യക്കാരുടെ പ്രധാന ലക്ഷ്യമെന്ന് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ കയറി വന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ആക്രമണം നടത്തി എന്നുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കാൻ നിൽക്കില്ല, കയറി അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കുമെന്ന പച്ചയ്ക്ക് തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ സൈനിക മേധാവികൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഇറാന് നേരെ ഇസ്രയേലും അമേരിക്കയും വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈ കമ്മീഷണറുടെ ഓഫീസുണ്ട്. അവിടുത്തെ ഒരു നയതന്ത്രജ്ഞനായിരുന്ന, അതായത് മുൻ പാക് നയതന്ത്രജ്ഞനായിരുന്ന അബ്ദുൽ ബാസിദ് ഇപ്പോൾ ഒരു വിവാദ പരാമർശവുമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ, അതായത് പാകിസ്ഥാനെ ഏതെങ്കിലും അവരുടെ ആണവായുധമായുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്തെങ്കിലും അമേരിക്ക ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ബോംബിടും എന്ന ഒരു ഭീഷണിയാണ് ഈ അബ്ദുൽ ബാസിദ് എന്ന മുൻ പാക് നയതന്ത്രജ്ഞൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ 4 ദിവസം നീണ്ടു നിന്നത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ പലതരത്തിൽ ഇങ്ങോട്ടൊക്കെ ചൈനയുടെ ഡ്രോണും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും നമ്മൾ തിരിച്ചവന്മാരുടെ സകല എയർബേസ് ക്യാമ്പുകളടക്കം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അവസാനം അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരെ നമ്മൾ ആക്രമിക്കും എന്ന ഒരു നീക്കത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് പാകിസ്ഥാൻ തന്നെ നമ്മുടെ കാല് പിടിച്ചത്. ഇന്ന് നമ്മളെ ആക്രമിക്കരുത്, നമ്മൾ പറയുന്നത് സീസ് ഫയറിലേക്ക് നമ്മൾ പോകാം, നമ്മളെ ഇനി ഒന്നും ചെയ്ത് നമ്മൾ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണെന്ന് അവർ അസീം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ളവർ ഇന്ത്യയുടെ കാല് പിടിച്ചത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്രമണം നിർത്തിയത്. അപ്പോൾ ഇന്ത്യക്ക് നേരെ വീണ്ടും ഒരു ഭീഷണിയാണ് ഇവർ മുഴക്കുന്നത്. പലതരത്തിൽ ഇവർ ഭീഷണി മുഴക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും, അതായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഈ തുരങ്കത്തിലൂടെ തീവ്രവാദികളെയും അതോടൊപ്പം തന്നെ ഈ ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയൊക്കെ ആളുകളെയൊക്കെ തുരങ്കത്തിലൂടെ കയറ്റി ഇന്ത്യയിലേക്ക് വിടുമ്പോൾ നമ്മളതെല്ലാം സ്പോട്ടിൽ തന്നെ അവരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് വരുമ്പോൾ, ഒരു ആക്രമണ ഭീഷണി ഉയർത്തുമ്പോൾ നമ്മളിപ്പോൾ അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിൽ നരേന്ദ്രമോദിയും NSA അജിത് ഡോവലും അമിത്ഷായും ജയശങ്കറും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു നിർണായകമായ ഒരു അവലോകന യോഗം തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ, അതായത് ഇന്ത്യൻ ബോർഡറിലേക്ക് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് നടത്തിയാൽ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അവർക്ക് തിരിച്ച് സ്പോട്ടിൽ തന്നെ എങ്ങനെ ഒരു മറുപടി കൊടുക്കാം എന്നൊക്കെയുള്ള ചർച്ചകളും ഡൽഹിയിൽ നടന്നിട്ടുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.